guys, welcome back to your channel. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ കഴിഞ്ഞ അർജന്റീനയുടെ ലീഗിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോർച്ചുഗലുകാർ മാക്സിമം വ്യൂസ് കൂട്ടിയും ലൈക്ക് കൂട്ടിയും തരണമെന്ന്. അവർ പറഞ്ഞ കണക്ക് വ്യൂസ് കൂടിയിട്ടുണ്ട്, 1K വ്യൂസ് അടിച്ച്, പക്ഷേ ലൈക്ക് 6 മാത്രമേ അടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മളിടാൻ പോകുന്ന വീഡിയോ എന്തായാലും 1K അടിച്ചതല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോർച്ചുഗലിൻ്റെ മാച്ച് ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ പോർച്ചുഗലിൻ്റെ മാച്ചിൻ്റെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. മാക്സിമം ആൾക്കാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈ വീഡിയോ കാണുന്നവർ. അപ്പം നമുക്ക് വീഡിയോട്ട് പോവാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ അർജൻറ്റീനയുടെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു പോർച്ചുഗലിൻ്റെ റൊണാൾഡോയുടെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരു 1K അടിച്ചാൽ ഞാൻ പോർച്ചുഗലിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇടുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് 1K വ്യൂസ് അടിച്ചതിനാൽ ഇന്ന് ഞാൻ പോർച്ചുഗലിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഞാനിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു ഷോർട്സ് ആയിട്ട് പോർച്ചുഗലിൻ്റെ ഒരു ബ്രസീലിൻ്റെ ഒരു വീഡിയോ ഇട്ടേക്കാം. അതിൽ 1K വ്യൂസ് കയറുവാണെങ്കിൽ ഞാൻ നെയ്മർ ഫാൻസിന് വേണ്ടി ഒരു ലോങ് വീഡിയോ ബ്രസീലിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ബ്രസീൽ ഫാൻസും പിന്നെ ഈ വീഡിയോ കാണുന്ന പോർച്ചുഗൽ ഫാൻസ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അർജൻറ്റീന ഫാൻസ് ആയാലും നെയ്മർ ഫാൻസ് ആയാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് പറഞ്ഞിതാക്കണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ജപ്പാൻ വീസസ് പോർച്ചുഗൽ മാച്ചാണ്. ഈ ഇടയ്ക്ക് വണ്ടിയുടെ സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സൗണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് റോഡാണ്. ഞാൻ ഈ വീഡിയോ കൂടാതെ ഞാൻ ഈ വീഡിയോ രാത്രിയിലാണ് എടുത്തത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയുടെ സൗണ്ട് കേൾക്കും. അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണിത്. ഹോണടിയും വണ്ടിയുടെ സൗണ്ട് അതൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. പിന്നെ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ലാഗ് അടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പരസ്യം വരുന്നുണ്ട് കണ്ടയ്ക്ക്. അത് കഴിഞ്ഞ വീഡിയോയിലും വന്നായിരുന്നു. ഇതായിട്ടൊരു ഗോളില്ല. ഓക്കെ, ജസ്റ്റ് മിസ്സിന് ഗോളല്ലാതായി പോയി. അത് ചെറുതായിട്ട് അങ്ങോട്ടൊന്ന് ഇതായി പോയതാണ്. അതാ തിരിച്ച് അവിടെ തന്നെ പോയത്. ഞാൻ ഇങ്ങനെ ഓടി അതിനകത്ത് കയറാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് നോക്കിയല്ല കളിച്ചത്, അതുകൊണ്ട് അപ്പം അങ്ങനെ ആയി പോയതാണ്. അത് ഗോളാണ്. അത് ഗോളാണ്, ഞാൻ പറഞ്ഞത് ഗോളാണ്. അത് റൊണാൾഡോ ആണ് അടിച്ചേക്കുന്നത്. ആദ്യത്തെ ഗോള് റൊണാൾഡോ ആണ് അടിച്ചേക്കുന്നത്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ബഗ് വരുന്നുണ്ടായതുകൊണ്ടാണ് ചരിഞ്ഞു പോകുന്ന കണക്കൊക്കെയാണ് വന്നത്. ഹാഫായിരിക്കുകയാണ്. ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ കൂടി എടുത്തായിരുന്നു. അതിനകത്ത് ഫുള്ള് ബഗ്ഗായി പോയി. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ രണ്ടാമതൊരു വീഡിയോ എടുത്തതാണിത്.
മറ്റേ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇടണമെന്നുണ്ടായിരുന്നു. ഫസ്റ്റ് 10 ലൈക്ക് കയറിയിട്ടെങ്കിലും 10 ലൈക്ക് കയറിയിട്ട് ഇട്ടാൽ പോരെയെന്ന് വിചാരിച്ചിരുന്നതാണ്. എങ്കിലും ഇത്രയും വ്യൂസെങ്കിലും കൂടിയില്ലേ, പറഞ്ഞ കണക്ക് 10K വ്യൂസെങ്കിലും അടിച്ചില്ലേ. പിന്നെ അതങ്ങ് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ് കേട്ടോ ഈ വീഡിയോ. ഞാൻ പറയുന്നത് ഈ കേട്ടോങ്കിലും നെയ്മർ ഫാൻസ് മാക്സിമം കാണുന്ന ഇതിനകത്ത് നെയ്മർ ഫാൻസ് കാണുമില്ലോ എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഷോർട്സിൽ 1K വ്യൂസും ഒരു 10 ലൈക്ക് അതെങ്കിലും കിട്ടണം. ഓക്കെ, ഇന്നേ 0-ാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും കളിച്ച് ഭയങ്കര പാടായിരുന്നു. കാരണം ഇതിനകത്ത് ഈ അർജൻറ്റീന പിന്നെ കളിച്ച് ഇത്ര എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്തം 2-3 കളി മാത്രമേ കളിച്ചുള്ളൂ. ഞാൻ ഈ പോർച്ചുഗലിൻ്റെ ടീമിനകത്ത് ഞാൻ ഇഷ്ടംപോലെ കളി കളിച്ച്, അതുകൊണ്ടാണ് എനിക്കൊരു പാട് വന്നത്. അതുകൊണ്ട് സ്കോർ കുറഞ്ഞത് വെച്ച് അത് റൊണാൾഡോ ഫാൻസിൻ്റെ ഇതാണെന്ന് പറഞ്ഞില്ല. കാരണം അത്രയ്ക്ക് സ്കോർ കുറഞ്ഞിട്ടൊന്നുമില്ല, ജയിക്കാനുള്ള സ്കോറൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പോഴേ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് ശരിയാവത്തില്ല. നിങ്ങൾ കളി കണ്ട് തീർന്ന് അപ്പം സ്കോർ അറിഞ്ഞാൽ മതി, എന്നാലേ ഇതുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ഞാൻ എപ്പോഴും ആദ്യം വീഡിയോ സ്ക്രീൻ റെക്കോർഡിലിട്ട് കളിച്ച് അത് കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് ഇത്. അപ്പം ജസ്റ്റ് മാച്ച് ഓക്കെ കൊള്ളാം കണ്ടോ. മാച്ച് എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ കളിച്ചു. കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, എല്ലാവരും മാക്സിമം എല്ലാവരും നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരെ കൊണ്ട് എല്ലാവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ മറക്കരുത്. ഓക്കെ, മാക്സിമം ആൾക്കാർ പവർ വരട്ടെ. പോർച്ചുഗൽ ഫാൻസ് പവർ കാണിച്ച് എനിക്കിപ്പം സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഈ വെക്കേഷൻ സമയത്ത് തുടങ്ങിയ വീഡിയോ ആയിരുന്നു. ഇപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ട് അധികം ഇല്ല. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ അധികം ഇല്ല. അപ്പം മാക്സിമം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കണക്ക് കുറേ വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഇട്ട് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ മറക്കരുത്. ഓക്കെ, വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ, പീസ് ഔട്ട്.